ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ അവൻ മുസ്ലിമാക്കി എന്നുള്ളത്. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾ ഉൾപ്പെടുത്തി എന്നുള്ളത്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നാൽ അവൻ നാളെ ആഖിറത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് അവൻ വിജയിയാണോ പരാജിതനാണോ, വിജയിയാണെങ്കിൽ സ്വർഗത്തിൽ, പരാജിതനാണെങ്കിൽ നരകത്തിൽ, ഈ അവൻ്റെ അവസാനമാകുന്ന അന്ത്യഗേഹത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് ഓരോ സത്യവിശ്വാസിയും നിർബന്ധമായിട്ടും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയേ തീരുകയുള്ളൂ. ഒന്നാമതായിട്ട്, ദുനിയാവിൽ ആ മനുഷ്യൻ അവനിക്ക് നിശ്ചയിച്ച കാലഘട്ടം, ആയുസ് അവൻ ജീവിച്ച് തീർക്കണം. അത് കഴിഞ്ഞ് മരണത്തിനു ശേഷം ബർസഖിലെ ജീവിതം, ഖബറിലും ആ മനുഷ്യൻ ജീവിക്കണം. അതിനുശേഷം മഹ്ശറയിൽ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയും അവൻ കഴിയണം. ഈ 3 ലോകത്തും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനിക്ക് അവിടെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ മാറി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു അമലാണ് നാം പറയാൻ പോകുന്നത്. നാം എല്ലാം കൃത്യമായിട്ട് 5 നേരം നമസ്കരിക്കുന്നവരാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരാണ്. അതുപോലെ മറ്റ് ഫർളാക്കിയ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നവരാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിനോടുകൂടി നമുക്ക് എന്തെങ്കിലും ഉറപ്പ് നമ്മുടെ ഭാഗത്തുണ്ടോ? നാം കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാണ്. ഈ നമസ്കാരം എന്നെ രക്ഷപ്പെടുത്തുമെന്ന്, അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്ന നോമ്പ്, മറ്റ് ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളൊക്കെ ഇതൊക്കെ കുറ്റമറ്റ രീതിയിലാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ എല്ലാ അമലുകളിലും ന്യൂനത ഉണ്ട്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ കൂടിയല്ല. അതിൻ്റെ ഫർളുകളും ഷറത്തുകളും നിയത്തുകളും ഇഖ്ലാസും എല്ലാം നോക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് വീഴ്ചകളും കുറവുകളുമുണ്ട്. അപ്പോൾ നമുക്ക് അത് പരിപൂർണമായിട്ട് സ്വീകരിച്ച് അതുകൊണ്ട് വിജയിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. കാരണം അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ 100% കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ഈ 3 ഘട്ടത്തിലും അവിടെയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറി സന്തോഷത്തോടുകൂടി കടന്നുപോയി ആഖിറത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരേ ഒരു അമല്, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ മറ്റുള്ള അമലുകൾ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള ഷർത്തുകളോ ഫർളുകളോ അതുപോലെ തന്നെ അതിൻ്റെ നിബന്ധനകൾ എല്ലാം പാലിച്ചില്ല എങ്കിലും, കാരണം നാം നമസ്കരിക്കുമ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കണം നാം നമസ്കരിക്കേണ്ടത്. മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നാം നമസ്കരിക്കുകയോ മറ്റുള്ള അമലുകൾ ഏർപ്പെടുകയോ ചെയ്താൽ അത് പരിപൂർണമായിട്ടും സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ സ്വലാത്ത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അത് പരിപൂർണമായിട്ട് ഇഖ്ലാസോടുകൂടി
ആ ഒരു ചിന്തയിൽ ഇരുന്ന് ചൊല്ലിയാൽ വളരെ മഹത്തമായ പ്രതിഫലം കിട്ടുന്നതിനോടൊപ്പം ഒരു മനുഷ്യൻ അശ്രദ്ധയിലാണ് ആ സ്വലാത്ത് ചൊല്ലിയതെങ്കിലും അതിൻ്റെ പ്രതിഫലം കുറയുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്തൻ, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. വറുഫിഅതു ലഹു അശ്റു ദറജാത്ത്, അതുപോലെ തന്നെ 10 ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് ഉയർത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. നാം ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണം സ്വലാത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ദറജകൾ ഉയർത്തുന്നതിന്, നമ്മുടെ ദറജകൾ എന്ന് പറയുമ്പോൾ ഈ ദറജകൾ, ഒരു മനുഷ്യൻ്റെ ദറജകൾ ഉയരുന്നതിലൂടെയാണ് ആ മനുഷ്യൻ്റെ ദുനിയാവിലെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മാറുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ദുനിയാവിൽ മനുഷ്യൻ കടന്നു പോകുന്നത്. ആ ദുനിയാവിലുള്ള അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല 10 സ്വലാത്ത് അവൻ്റെ മേൽ ചൊല്ലുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കൊണ്ട് ഒരു സ്വലാത്ത് നാം ചൊല്ലുമ്പോൾ ആ സ്വലാത്തിൽ നമ്മൾ ഹൃദയവിശുദ്ധിയോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് ചെല്ലുന്നത്. ഇനി അല്ല, ഹൃദയ സാന്നിധ്യമില്ല എങ്കിലും ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നാം എപ്പോഴും സലാത്തിൽ മുഴുകിയാൽ നമുക്ക് ദുനിയാവിലും ഖബറിലും അതുപോലെ തന്നെ മഹ്ശറയിലും നമുക്ക് അവിടെയുള്ള പ്രയാസങ്ങൾ മാറി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. കാരണം നാം നമസ്കാരം, മറ്റുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഒരു ഹൃദയ സാന്നിധ്യത വേണം. പക്ഷേ നാം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഏത് കാര്യം, ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് സ്വലാത്ത് നമ്മുടെ നാവിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഒരു തടസ്സവും ഒരു പ്രയാസവുമില്ല. സ്ത്രീകൾ വീട്ടിൽ അവരുടെ ജോലികൾ ചെയ്യുമ്പോൾ, കിച്ചണിലായിരിക്കുമ്പോൾ, മുറ്റമടിച്ചു വാരുമ്പോൾ, മറ്റുള്ള ആ ജോലികൾ ഏർപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹോദരിമാർക്ക് സ്വലാത്ത് ചൊല്ലാം. അതുപോലെ തന്നെ പുരുഷന്മാർ അവർ ഏർപ്പെടുന്ന ഏത് ജോലിയിലും, ടാപ്പിംഗ് ആണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ഏത്, ഇനി കിളയലാണ്, അതുപോലെ തന്നെ മറ്റുള്ള ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും, ഡ്രൈവറാണ്, ആ മനുഷ്യൻ ഇങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ നാവിൽ നിന്ന് ഒരു തടസ്സവും കൂടാതെ ഇങ്ങനെ സ്വലാത്ത്, അവൻ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ട് ആ ചിന്തയിൽ ഇരുന്നു കൊണ്ടാണ് സ്വലാത്ത് ചെല്ലുന്നതെങ്കിലും അവനിക്ക് ഈ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. അത് മുഖാന്തരം അവർ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തും ഉയർച്ചയും ഉണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ സ്വലാത്ത് സഹായകമാകും. നാം ഡ്രൈവിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നാം ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നാം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഉറപ്പാണ് ആ അപകടത്തിൻ്റെ ആ ഒരു കാഠിന്യത, അതിൻ്റെ ആഘാതം കുറഞ്ഞതായിട്ട് എൻ്റെ അനുഭവത്തിലും അതുപോലെ തന്നെ മറ്റ് പലരുടെയും അനുഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം സ്വലാത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അവൻ അള്ളാഹുവും അവൻ്റെ മാലാകമാരും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ പങ്കുകാരാകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ കൂടി പറഞ്ഞിട്ടുണ്ട്,
ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മാലാകമാരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ചെയ്യീൻ എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു അമല് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് മാത്രമാണ്. നമസ്കാരത്തെ പറ്റിയോ നോമ്പിനെ പറ്റിയോ ഹജ്ജിനെ പറ്റിയോ മറ്റു ഒരു അമലുകളെ പറ്റിയും ഇങ്ങനെ ഞാനും എൻ്റെ മാലാകമാരും ചെയ്യുന്നു നിങ്ങളും ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവും മാലാകമാരും ചെയ്യുന്ന ഒരു അമലിൽ നമ്മളും പങ്കാളികരാകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണം, അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. അതുപോലെ നാം ചെയ്യുന്ന ഏത് അമലുകൾ ചെയ്താലും നമുക്ക് മനുഷ്യരാണ്, ബലഹീനത ഉള്ളവരാണ്. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നു പോകുന്നുണ്ട്. ആഖിറത്തിൽ വരുമ്പോൾ നാം ആരെയൊക്കെയാണോ ബുദ്ധിമുട്ടിച്ചത്, പ്രയാസപ്പെടുത്തിയത്, അവരെല്ലാം അവിടെ വന്ന് നിന്നിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിനോട് പറയും, യാ അള്ളാഹ്, യവൻ എന്നെ ചീത്ത പറഞ്ഞവനാണ്, എന്നെ ആക്രമിച്ചവനാണ്, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുത്തിയവനാണ്. അതുകൊണ്ട് യവൻ്റെ അമലുകൾ എനിക്ക് തരണം, എൻ്റെ പരാതി കേട്ടുകൊണ്ട് ആ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കൊരുപാട് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ, ഒരുപാട് അമലൊക്കെ ചെയ്തവരാണ്. പക്ഷേ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം നാം ഗീബത്ത് പറഞ്ഞവർക്ക്, പരദോഷണം പറഞ്ഞവർക്ക്, ആക്രമിച്ചവർക്ക്, ചീത്ത വിളിച്ചവർക്ക് ഇതെല്ലാം എടുത്തെടുത്ത് കൊടുത്ത് അവസാനം നമ്മുടെ അക്കൗണ്ട് കാലിയാകും, സീറോ ആകും. പക്ഷേ പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ടത്, നാം സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ ഇങ്ങനെ വീതം വയ്ക്കുമ്പോൾ ആ സ്വലാത്തിന് വീതം വയ്ക്കൂല. നമുക്ക് ഖബറിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നതിനുള്ള ഒരേ ഒരു പിടിവള്ളി അത് സ്വലാത്താണ്. ഈ സ്വലാത്ത്, അതിൻ്റെ പ്രതിഫലം ഒരിക്കലും മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുകയില്ല. അങ്ങനെ നമുക്ക് ഖബറിനകത്തും അതുപോലെ തന്നെ ആഖിറത്തിലും മഹ്ശറിലൊക്കെ നമുക്ക് അവിടുത്തെ പ്രയാസങ്ങളൊക്കെ മാറി ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോയി വിജയിക്കുവാൻ സാധിക്കുന്ന, അതിന് കാരണമാകുന്ന ഒരു അമലാണ് സ്വലാത്ത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഖലായിൽ അഥവാ ടോയ്ലറ്റിൽ പോകുന്ന സന്ദർഭം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് സ്വലാത്ത് ചൊല്ലാം, ഒരു തടസ്സവും അതിനില്ല. ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 രീതിയിൽ ബഹുമാനിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, മൻ അക്തറ സ്വലാത്തൻ അലയ്യ നവ്വറല്ലാഹു ഖൽബഹു. ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് പാപങ്ങൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഇങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഈ പാപങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കുത്ത് കറുത്ത പുള്ളി വീണ് ഹൃദയം കറുത്ത് കരുവാളിച്ച് നന്മയിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞത് ഷഫാഅത്തുൻ നബിയിൽ മുഖ്താർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടും. ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ ഈ ഷഫാഅത്ത് കൊണ്ട് സാധിക്കും. മൂന്നാമതായിട്ട് പറഞ്ഞത് അൽ-ഇഖ്തിദാഉ മിൻ മലായികത്തിൽ അബ്റാരി. മാലാകമാരുടെ പ്രവർത്തനവുമായിട്ട് പങ്കുചേരുന്നതിന് സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യനിക്ക് സാധിക്കും. പിന്നെ നാലാമതായിട്ട് പറഞ്ഞത് മുഖാലഫത്തുൽ മുനാഫിഖി വൽ കുഫാരി.
മുനാഫിക്കീങ്ങൾ അതുപോലെ തന്നെ കുഫാറുകളോട് എതിരാകുന്ന, അവർ ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ്, മുനാഫിക്കീങ്ങളും കുഫാരിങ്ങളും ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് ഈ സ്വലാത്ത് എന്നുള്ളത്. അപ്പോൾ സ്വലാത്ത് ചെല്ലുന്ന ഒരു മനുഷ്യൻ മുനാഫിക്കീങ്ങളിലും കുഫാരിങ്ങളിലും ഉൾപ്പെടുകയില്ല. അഞ്ചാമതായിട്ട് മഹുൽ ഖത്തോയ വൽ ഔസാർ, ആ സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ഈ സ്വലാത്ത് കാരണമായി തീരും. അതുപോലെ ആറാമതായിട്ട് പറഞ്ഞത് ഖളാഉൽ ഹവായിജി, ആ സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വീട്ടപ്പെടും. അവൻ്റെ ദുനിയവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ ആ സ്വലാത്തിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും 100 ആവശ്യങ്ങൾ, അവൻ്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമെന്ന്. 70 ദുനിയാവിൻ്റെ ആവശ്യങ്ങളും 30 ആഖിറത്തിൻ്റെ ആവശ്യങ്ങളും. അങ്ങനെ 100 ആവശ്യങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനിക്ക് അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് തൻവീറുൽ ലവാഹിരി വൽ അസ്റാരി, അതുപോലെ തന്നെ അവൻ്റെ ഉള്ളും പുറവും ശുദ്ധിയാവും, അത് പ്രകാശിക്കും, അവൻ്റെ മനസ്സും പ്രകാശിക്കും. അതുപോലെ തന്നെ അവൻ്റെ പുറവും ആന്തരികവും ബാഹ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ, അഴുക്കുകളിൽ നിന്നൊക്കെ, ആ രോഗങ്ങളിൽ നിന്നൊക്കെ ആ മനുഷ്യനിക്ക് മുക്തി നേടാൻ സാധിക്കും ഒരു സ്വലാത്തിലൂടെ. അതുപോലെ തന്നെ എട്ടാമതായിട്ട് അൻ നജാത്തു മിൻ അദാബി ദാരിൽ ബവാർ, നരക ശിക്ഷയിൽ നിന്ന് ആ മനുഷ്യനിക്ക് മോചനമുണ്ടാകും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഈ സ്വലാത്ത് ഒരു കാരണമായി തീരും. ഒമ്പതാമതായിട്ട് ദുഖൂലു ദാറുർ റഹ്മത്തി വൽ ഖറാർ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ആ മനുഷ്യനിക്ക് പ്രവേശിക്കുന്നതിനും ഈ സ്വലാത്ത് കാരണമായി തീരും. അതുപോലെ തന്നെ പത്താമതായിട്ട് ആ മനുഷ്യനിക്ക് കിട്ടുന്ന ഗുണം സലാമു മലിക്കിൽ ഗഫാർ, ഗഫാറായ രക്ഷകനായ സലാമായ ഗഫാറായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം, അഥവാ സമാധാനത്തോടുകൂടി ആ മനുഷ്യനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കാരണമായി തീരും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അമൂല്യമായ അമലാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നതിനുള്ള ഒരു പിടിവള്ളിയാണ് സ്വലാത്ത്. അതുകൊണ്ട് നാം സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ്ഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖ്ഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.